ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ മഹിമയുടെ പ്ലാന് പ്രകാരം വർഷയുടെയും ശ്രീകാന്തിന്റെയും ഈ ഒരു താലിമാറ്റൽ ചടങ്ങ് വർഷയുടെ വീട്ടിൽ വെച്ച് നടത്തുന്നതിന് സ്ഥിരമായിട്ട് വർഷേനെയും ശ്രീകാന്തിനെയും തന്റെ വീട്ടിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് മഹിമ ഒരു പ്ലാന് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. സച്ചി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷയുടെ വീട്ടിലേക്ക് വരുമല്ലോ. അപ്പോൾ സച്ചിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് വലുതാക്കി കാണിച്ചിട്ട് സ്ഥിരമായിട്ട് വർഷയുടെ വീട്ടിൽ തന്നെ നിർത്താനായിരിക്കും മഹിമയുടെ പ്ലാന്. ഈ പ്ലാന് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മഹിമ ചന്ദ്രമതിയുടെ വീട്ടിൽ പോയിട്ട് സച്ചി ഒരിക്കലും ഈ ഫംഗ്ഷന് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എന്നാൽ സച്ചി വരരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവില്ല. രവീന്ദ്രനും രേവതിയും ഒരിക്കലും ഇതിന് വരരുത് എന്നൊക്കെ പറയും. സച്ചി ഇല്ലെങ്കിൽ പിന്നെ രവീന്ദ്രനും രേവതിയും വരില്ല എന്ന് അവർക്കറിയാം. എന്നാൽ അവർ വരല്ല വർഷക്ക് നിർബന്ധമാണല്ലോ. അങ്ങനെ നിർബന്ധിച്ചുകൊണ്ടതിന് എല്ലാവരും സച്ചിയെ ആ ഒരു ഫംഗ്ഷന് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും സച്ചി വരുന്നുണ്ട് എന്ന് ചന്ദ്രമതി പറഞ്ഞതോടുകൂടി തന്നെ മഹിമക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മഹിമക്ക് പറയാലോ, മഹിമ ഒരിക്കലും സച്ചി ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് ആദ്യമേ പറഞ്ഞിരുന്നെന്ന്. അങ്ങനെ സച്ചി വന്നതിന് ശേഷമാണ് ഇത്ര വലിയൊരു പ്രശ്നം ഈ ഒരു ഫംഗ്ഷൻ വെച്ച് നടന്നത് എന്നും ഇങ്ങനെ ഒരു പ്രശ്നക്കാരനുള്ള വീട്ടിൽ എൻ്റെ മോളെ നിർത്തില്ല എന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ പ്രശ്നമുണ്ടാക്കണമെന്നൊക്കെ ആയിരിക്കും മഹിമയുടെ പ്ലാന്. ഏതായാലും താലിമാറ്റൽ ചടങ്ങിൻ്റെ അന്നത്തെ ദിവസം ആ ഒരു ഫംഗ്ഷൻ നല്ല ഗ്രാൻഡായിട്ട് നടത്താൻ വേണ്ടി തന്നെ ആയിരിക്കും അവരുടെയൊക്കെ തീരുമാനം. സച്ചിയുടെ വീട്ടുകാരെല്ലാവരും തന്നെ അങ്ങനെ വർഷയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. മഹിമയുടെ കസ്റ്റഡിയിലുള്ള 2 പേരെ വെച്ചിട്ട് സച്ചിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും അവരുടെ പ്ലാൻ. എന്നാൽ ഫംഗ്ഷന് വരുന്നതിന് മുൻപേ തന്നെ രേവതി ഇങ്ങനെ സച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സച്ചിയേട്ട അവിടെ എന്ത് കണ്ടാലും ഒരിക്കലും സച്ചിയേട്ടൻ അതിനൊന്നും പ്രതികരിക്കാൻ നിൽക്കരുത്. അവരെന്തായാലും ഉറപ്പായിട്ടും നമ്മളോട് മോശമായിട്ട് തന്നെയായിരിക്കും പെരുമാറാൻ നിൽക്കുന്നത്. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും സച്ചിയേട്ടൻ ഒരിക്കലും പ്രതികരിക്കാനൊന്നും നിൽക്കരുത്. ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും സച്ചിയേട്ടൻ ഒന്നും കാണാതെ പോലെ നിന്നേക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി നിർത്താതെ ഉപദേശിക്കുന്നുണ്ടോ സച്ചിനെ. എന്നാൽ രേവതിക്ക് വാക്ക് കൊടുത്തത് കൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ട് തന്നെയായിരിക്കും വർഷയുടെ വീട്ടിലേക്ക് സച്ചി താലിമാറ്റൽ കോർക്കൽ ചടങ്ങിന് വേണ്ടിയിട്ട് പോകുന്നത്. എന്നാൽ താലി മാറ്റിക്കോർക്കൽ ചടങ്ങ് നടക്കുന്നതിൽ തന്നെ മഹിമയുടെ പ്ലാന് വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് മഹിമ ആദ്യം തന്നെ സച്ചിയുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് സച്ചി മിണ്ടാതെ ഒരു മൂലക്ക് അവിടെ ഇരിക്കുന്ന സമയത്തിന് ഇയാളിങ്ങനെ ഫോൺ ചെയ്യുന്നതും പോലെ കാണിച്ചുകൊണ്ട് തന്നെ സച്ചിയുടെ അടുത്തേക്ക് വന്നിട്ട് നല്ലൊരു ചവിട്ടങ്ങ് വെച്ചു കൊടുക്കും. അറിയാതെ ചവിട്ടിയതൊന്നും ആവില്ലട്ടോ, മനഃപൂർവ്വം തന്നെ സച്ചിയുടെ നല്ല ചവിട്ടങ്ങ് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ സച്ചിയുടെ കാല് നല്ലതായിട്ട് വേദനിക്കും. അത്രമാത്രം നല്ലൊരു ചവിട്ടായിരിക്കും. എന്നിട്ട് സച്ചി ഇങ്ങനെ വേദന കൊണ്ട് പൊളിയുന്ന സമയത്തിന് ഇയാളൊന്നും അറിയാത്തതുപോലെ നിർത്താതെ അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അഭിനയിക്കുമായിരിക്കും. എന്നാൽ സച്ചി പെട്ടെന്ന് അങ്ങ് ഞെട്ടുന്ന സമയത്തിന് രേവതി ചോദിക്കുന്നതിന് എന്താ സച്ചിയേട്ടാന്ന് ചോദിക്കുന്ന സമയത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എന്നാൽ സച്ചിക്ക് വേദന സഹിക്കാൻ കഴിയാതെ സച്ചി അവിടെ നിന്നങ്ങ് ചാടി എഴുന്നേറ്റ് കൊണ്ട് തന്നെ സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ പറഞ്ഞങ്ങ് വിളിക്കാൻ തുടങ്ങുക കേട്ടോ. എന്നിട്ട് സച്ചിക്ക് ദേഷ്യം വന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നതിന് എടോ താൻ എൻ്റെ കാല് ഇവിടെ കണ്ടില്ലടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അയാൾ പറയുന്നത് അയ്യോ സോറി ഞാൻ ഫോണിലായി പോയി. എന്നാൽ ഇത് കാണുന്ന സമയത്തിന് രേവതിക്ക് അങ്ങ് ദേഷ്യം വരുടെ രേവതി ചോദിക്കുന്നതിന് പിന്നെ ഫോണിൽ സംസാരിക്കുകയാണെന്ന് വിചാരിച്ച് ഒരാളുടെ കാലിൽ ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ കണ്ടില്ലെന്ന് പറയാനോ? നിങ്ങൾക്ക് എന്താ കണ്ണ് കാണില്ലേ, അതിന് പോലുള്ള ബോധമില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി അങ്ങ് അയാളോട് വഴക്ക് പറയും. അന്നേരം അതൊരു വിഷയമാവണ്ട എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സച്ചി രേവതിയോട് പറയുന്നത് രേവതി മിണ്ടണ്ട, പ്രശ്നമാക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് വേദനയൊന്നുമില്ല. അപ്പോഴേക്കും അയാൾ ചോദിക്കുന്നത് എന്താടോ തനിക്ക് എന്നെ തല്ലണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്കൊന്ന് ചെന്നിട്ട് ഇടിച്ച് കയറി ചെല്ലാണ്. ആ സമയത്തിന് സച്ചി ഇങ്ങനെ സംയമനം പാലിക്കുന്നുണ്ട്. സച്ചി മാന്യമായിട്ട് തന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല, താൻ ഫോൺ ചെയ്ത് പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് മാന്യമായിട്ട് തന്നെ അയാൾ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടാട്ടോ സച്ചി. അപ്പോഴേക്കും അയാൾ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞങ്ങ് വിടല്ലേ, തനിക്ക് ദേഷ്യം വരുന്നില്ലല്ലോ, തൻ്റെ മുഖം കണ്ടാൽ അറിയാം, അതുകൊണ്ട് താൻ എന്നെ തല്ലു എന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ നേർക്ക് വരുന്ന സമയത്ത് സച്ചി സൗമ്യമായിട്ട് അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടും. ഇതെല്ലാം കാണുന്ന സമയത്തിന് മഹിമക്ക് അങ്ങ് ദേഷ്യം വരട്ടോ. അയാൾ മഹിമയുടെ അടുത്തേക്ക് വരുന്ന സമയത്തിന് മഹിമ ആളോട് ദേഷ്യപ്പെടും. എടോ താൻ എന്ത് പണിയാടോ കാണിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാളോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ് മഹിമ. എടോ ഞാൻ പറഞ്ഞതുപോലെ താൻ മര്യാദക്ക് അവനെ ചവിട്ടിയിട്ടുണ്ടാവില്ല, അവനെ ചവിട്ടിയിട്ട് അവന് വേദനിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവൻ നിന്നോട് ദേഷ്യപ്പെട്ടേനെന്നൊക്കെ പറയും. അപ്പോഴേക്കും അയാൾ ഒരൊറ്റ ചവിട്ടാണ് വെച്ചു കൊടുക്കട്ടെ മഹിമക്ക്. അപ്പോഴേക്കും വേദന കൊണ്ടിങ്ങനെ പൊളിയാണ് മഹിമ. ആ സമയത്തിന് പറയുന്നത് അതെ ഞാൻ ഇതുപോലെ ചവിട്ടാണ് സച്ചിയെ ചവിട്ടിയത്, അയാൾ എന്തൊരു മനുഷ്യനാണ്, അയാളത് ചവിട്ടിയിട്ട് എന്നോട് ദേഷ്യപ്പെട്ടതുപോലും ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ നിന്നെ കൊണ്ടൊരു കാര്യമില്ലടാ എന്നൊക്കെ പറഞ്ഞ് മഹിമ ദേഷ്യപ്പെട്ട അയാൾ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടും. എന്നിട്ട് മറ്റൊരാളെ വിളിച്ചുകൊണ്ട് തന്നെ പറയുന്നത് എടാ ഇനി അടുത്തത് നിന്റെ ചാൻസാണ്, എടാ നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സച്ചിയെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കണം, അവനായിട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം, അല്ലെങ്കിൽ നീ അവനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അയാളെ നേരെ സച്ചിയുടെ അടുത്തേക്ക് അങ്ങ് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് എന്താണ് സച്ചി ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് മഹിമ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. അയാൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് സച്ചി ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അയാൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എടാ ദാസ എന്നൊക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുക്കുകയാണ് സച്ചിയുടെ. അപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര അങ്ങ് വേദന കേട്ടോ. സച്ചി ഇങ്ങനെ വേദന കൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തന്നെ പറയുന്നത് എന്താടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അയാൾ അയ്യോ സോറി ഞാൻ എൻ്റെ ഫ്രണ്ട് ദാസനാന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ്, സോറി ചേട്ടാ അറിയാതെ ചെയ്തതാണെന്ന് പറയുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട് കുഴപ്പമില്ല താൻ പൈക്കോ എന്ന് പറയും. അന്നേരം അയാൾ പറഞ്ഞിട്ട് അല്ല ചേട്ടന് വേദനിച്ചെങ്കിൽ ചേട്ടൻ തിരിച്ചടിച്ചോ എന്ന് പറയുന്ന സമയത്തിന് അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കട്ടെ സച്ചിക്ക് നല്ല വേദന എടുക്കുന്നെങ്കിലും സച്ചി പറഞ്ഞിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല താൻ പൈക്കോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മെല്ലെ അയാളെയും അവിടെ നിന്നങ്ങ് പറഞ്ഞു വിട്ടിരിക്കുകയാണ്.
സച്ചി ഏതായാലും ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും യാതൊരുവിധ പ്രശ്നമുണ്ടാക്കില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ എല്ലാം സഹിച്ചിങ്ങനെ മിണ്ടാതെ നിൽക്കണ് അച്ഛനും രേവതിക്കും കൊടുത്ത് വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആളെ വിട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മഹിമ തന്നെയായിരിക്കും നേരിട്ട് സച്ചിയുടെ അടുത്തേക്ക് വരുന്നത്. സച്ചി രവീന്ദ്രനും അവിടെ ഇരിക്കുന്ന സമയത്തിന് മഹിമ വന്നിട്ട് അവരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെറുതെ ഇരിക്കണോ, വാ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞിട്ട് ഏയ് അതൊന്നും കുഴപ്പമില്ല, അവരുടെയൊക്കെ കഴിയട്ടെ, തിരക്കൊക്കെ കഴിയട്ടെ, ഞങ്ങൾ സാവധാനം ഭക്ഷണം കഴിച്ചോളാം എന്ന് പറയും. അന്നേരം മഹിമയുടെ ഭർത്താവും കൂടെ വന്ന് പറഞ്ഞിട്ട് ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങളൊക്കെ ചെക്കൻ്റെ ആൾക്കാരാണ്, നിങ്ങളാണ് മെയിൻ ഗസ്റ്റ്, അതുകൊണ്ട് നിങ്ങൾ തന്നെ ആദ്യം ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം സ്നേഹത്തോടു കൂടി ആയിരിക്കും സച്ചിനെ രവീന്ദ്രനെയും അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും അവർ പറഞ്ഞിട്ട് അയ്യോ വേണ്ട, ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നില്ല, ഞങ്ങൾ പിന്നെ ഇരുന്നോളാം പ്ലീസ് എന്നൊക്കെ പറയുന്ന സമയത്തും നിർബന്ധിച്ചുകൊണ്ട് തന്നെ സച്ചിനെ രവീന്ദ്രനെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അവിടെ അങ്ങ് ഇരുത്തുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഇരുത്തിയതിന് ശേഷം പറഞ്ഞിട്ട് അതെ ഞങ്ങൾ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മഹിമയുടെ ഭർത്താവും അവിടെ നിന്നങ്ങ് പോവാണ്. ആ സമയത്തിന് മഹിമയുടെ ഭർത്താവ് ചോദിക്കുന്നുണ്ട് അല്ല ഇനി എന്താ അതിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുന്ന സമയത്തിന് മഹിമ പറയുന്നുണ്ട് ഇനി എൻ്റെ പ്ലാൻ നടക്കാൻ പോകുന്നത് അതെ ഞാനിപ്പോൾ എൻ്റെ ഒരു VIP ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അവരെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ചോദിക്കും നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇവിടെ കയറിയിരുന്നത്, ഇതൊക്കെ VIPസിന് ഇരിക്കേണ്ട സീറ്റാണ്, എന്നിട്ട് അവരെ പോലും മൈൻഡ് ചെയ്യാതെ നിങ്ങൾ എന്തിനാ ഇവിടെ കയറിയിരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചിയുടെ അച്ഛനെയും അങ്ങ് അപമാനപ്പെടുത്തു. സച്ചിയുടെ അച്ഛനെ അപമാനിച്ച് വിട്ടായതാലും സച്ചിക്ക് അത് പിടിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ സച്ചി എന്തായാലും അതുവഴി ഒരു പ്രശ്നമുണ്ടാക്കും. അങ്ങനെ സച്ചി ഇവിടെ ദേഷ്യപ്പെടുന്നതെല്ലാം തന്നെ ഞാൻ വർഷക്ക് കാണിച്ചു കൊടുക്കും, അതുകൊണ്ട് എൻ്റെ മോൾ വർഷനെയും ശ്രീകാന്തിനെ ഞാൻ എന്നേക്കുമായി ഇവിടെ തന്നെ പിടിച്ചു നിർത്തുമെന്നൊക്കെ പറയട്ടെ മഹിമ. അങ്ങനെ സച്ചിയും അച്ഛനും ഏതായാലും നല്ല ഫുഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിനെ ആസ്വദിച്ചിങ്ങനെ കഴിക്കായിരിക്കും. അവർ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് തന്നെ മഹിമയുടെ ഭർത്താവും കൂടി 2 VIPസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് സച്ചിയുടെ അച്ഛനും കൂടി ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക്. എന്നാൽ ആ ഒരു VIPസുമായിട്ട് മഹിമ വരുന്നത് നോക്കുന്ന സമയത്തിന് സച്ചിനെയും അച്ഛനെയും അവിടെ കാണുന്നില്ല. അവരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നതോടുകൂടി തന്നെ മഹിമയുടെ ആ ഒരു പ്ലാനും അങ്ങ് ഫ്ലോപ്പ് ആവുകയാണ്. അതോടുകൂടി തന്നെ മഹിമക്ക് അങ്ങ് ദേഷ്യം വരും. ഇതും ഫ്ലോപ്പായല്ലോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കട്ടെ രവീന്ദ്രനും സച്ചി അവിടെ നിൽക്കുന്നത്. എന്നിട്ട് പോയി ചോദിക്കുന്നുണ്ട് അയ്യോ നിങ്ങൾ എന്താ ഭക്ഷണം കഴിച്ചില്ലേ, നിങ്ങൾ ഞാനിവിടെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയതാണല്ലോ എന്ന് പറയുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട് അതെ കുട്ടികളൊന്നും സീറ്റില്ലാതെ നിൽക്കുമായിരുന്നു, അപ്പോഴേക്കും ഞങ്ങളുടെ സീറ്റ് അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു എന്ന് പറയും. എന്നാണെങ്കിൽ സച്ചിനെ ദേഷ്യപ്പെടുത്താൻ കിട്ടിയ നല്ലൊരു ചാൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ എങ്ങനെ സച്ചിനെ ദേഷ്യപ്പെടുത്തും, രവീന്ദ്രനെ അപമാനിച്ചു കഴിഞ്ഞാൽ സച്ചിക്ക് എന്തായാലും ദേഷ്യം വരുമെന്ന് അറിയാമായിരുന്നു. നല്ലൊരു പ്ലാൻ ഫ്ലോപ്പായല്ലോ എന്ന സങ്കടത്തിൽ നിൽക്കുമായിരിക്കും അവർ. പിന്നീട് കാണിക്കുന്നത് രേവതി വർഷയുടെ മുറിയിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് വർഷ കഴുത്തിലിട്ടിരുന്ന പൂമാല അവിടെ കിടക്കുന്നതായിട്ട് കാണും. അങ്ങനെ രേവതി ആ ഒരു പൂമാല അവിടെ നിന്നങ്ങ് എടുത്തു മാറ്റാൻ നോക്കുന്ന സമയത്തായിരിക്കും വർഷയുടെ ഒരു ഗോൾഡൻ നെക്ലസ് അതിലിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് രേവതി കാണുന്നത്. രേവതി ഏതായാലും ആ ഒരു നെക്ലസ് പൂമാലയിൽ നിന്നും അടർത്തിയെടുത്തുകൊണ്ട് തന്നെ അത് വർഷക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന വഴിയായിരിക്കും മധുസൂദനവും അതുപോലെ തന്നെ വർഷയുടെ അമ്മ മഹിമയും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. വർഷയുടെ മാല രേവതിയുടെ കയ്യിൽ കാണുന്ന സമയത്തിന് രേവതിയെ വെറും ഒരു കള്ളിയാക്കിക്കൊണ്ടായിരിക്കട്ടെ മധുസൂദനൻ സംസാരിക്കുന്നത്. അപ്പോഴേക്കും മധുസൂദനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മഹിമയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടി നീ ഇത്രമാത്രം ദാരിദ്ര്യം പിടിച്ചതൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണെങ്കിൽ പോലും എൻ്റെ മോളുടെ മാല നീ ഒരിക്കലും മോഷ്ടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയും. അന്നേരം രേവതി പറയുന്നുണ്ട് അയ്യോ ആൻറ്റി ഞാനൊന്നും ചെയ്തില്ല, ഈ പൂമാലയിൽ ഈ മാല ഇങ്ങനെ ഉടക്കിക്കിടക്കുമായിരുന്നു എന്നിങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതിയുടെ വാക്കൊന്നും തന്നെ അവർ കേൾക്കുന്നില്ല കേട്ടോ. രേവതിയുടെ വീട്ടുകാരെയും കുടുംബക്കാരെയും എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കട്ടോ വർഷയുടെ അച്ഛനും അമ്മയും ചേർന്നിട്ട്. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് രേവതിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. തൻ്റെ അച്ഛനെ പോലും കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തിന് രേവതിക്ക് സങ്കടം സഹിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയാണ് രേവതി കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് എന്താ കാര്യമെന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ രേവതി പറയുന്നുണ്ട്. എന്നിട്ട് സച്ചി വന്നിട്ട് ആ ഒരു കാര്യം പറയുന്ന സമയത്തും അതൊന്നും കേൾക്കാൻ മധുസൂദനൻ തയ്യാറാവുന്നില്ല. രേവതി കള്ളി തന്നെയാണ് എന്ന രീതിയിലായിരിക്കും അവരൊക്കെ സംസാരിക്കുന്നത്. രേവതി മാത്രമല്ല രേവതിയുടെ അനിയനൊരു മോഷ്ടാവില്ലേ, രേവതിയുടെ അച്ഛനും അമ്മയും എല്ലാവരും മോഷ്ടിച്ചതിനെയാണ് ജീവിച്ചിരുന്നത്. രേവതി പെരും കളിയാണ്, രേവതി മോഷ്ടിച്ചു കൊണ്ടുവരുന്ന പണം കൊണ്ടാണ് സച്ചി കള്ളു കുടിച്ച് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ രേവതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തിന് അത്രമാത്രം സച്ചി പിടിച്ചു വെച്ചിരുന്ന ആ ഒരു ദേഷ്യമെല്ലാം തന്നെ അങ്ങ് പുറത്തേക്ക് വരികയാണ്. സച്ചി പൊട്ടിത്തെറിച്ചു കൊടുത്തിട്ട് മധുസൂദന്റെ ചെകിടത്തിൽ ഒറ്റന്നങ്ങ് പൊട്ടിക്കുന്നുണ്ട്. എന്നാൽ കറക്റ്റ് സമയത്ത് ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടായിരിക്കട്ടെ വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ വർഷയ്ക്ക് വല്ലാത്തൊരു തെറ്റിദ്ധാരണ തോന്നുന്നു സച്ചിയുടെ കാര്യത്തിൽ. എന്നാൽ ഈ കാഴ്ച കാണുന്ന സമയത്തിന് മഹിമക്ക് ഭയങ്കര സന്തോഷമാണ്. മഹിമ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും തൻ്റെ ഭർത്താവിന് 2 അടി സച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാലെന്താ, താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ തൻ്റെ മകളും മരുമകനും തൻ്റെ ചൊൽപ്പടിക്ക് നിന്നല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷമാവാണ് മഹിമക്ക്. ഇത്ര നേരം സച്ചി തൻ്റെ ദേഷ്യമെല്ലാം അടക്കി പിടിച്ചു വെച്ചെങ്കിൽ പോലും രേവതി അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന സമയത്തിന് സച്ചിക്ക് അത് സഹിച്ചില്ല എന്ന് മാത്രമല്ല സച്ചിയുടെ ദേഷ്യം മുഴുവൻ അങ്ങ് പുറത്തു വരും. എന്നാൽ സച്ചി ദേഷ്യപ്പെട്ട് തൻ്റെ അച്ഛനെ തല്ലുന്നത് കാണുന്ന സമയത്തിന് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ വർഷക്ക്. ഇങ്ങനൊരു തെമ്മാടിയുള്ള വീട്ടിൽ എൻ്റെ അച്ഛനെ തച്ച ഈ ആളുള്ള വീട്ടിൽ ഒരിക്കലും എനിക്ക് നിൽക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വർഷ പിന്നീട് ഒരിക്കലും സച്ചിയുടെ വീട്ടിലേക്ക് തിരികെ പോകുന്നില്ല. വർഷ ഇനി ഏതായാലും വർഷയുടെ വീട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. കൂടെ തന്നെ ശ്രീകാന്ത് 2 ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ജീവിതത്തിൽ കുറേ അധികം വിള്ളലുകളൊക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ടിസ്റ്റുമായിട്ടാണ് കേട്ടോ ചെമ്പനീർ പൂവിനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.